കോൺഗ്രസിലെ ആഭ്യന്തര വിഷയമാണ് ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉടലെടുത്തിരിക്കുന്ന തർക്കം അത് നിശബ്ദമായ ഒരു തർക്കമായി കോൺഗ്രസിനകത്തുണ്ട്. നേതാക്കൾ അത് നിഷേധിക്കുമ്പോഴും ആ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയെ പ്രകീർത്തിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചില വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്രതികരണങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ, ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ന്യൂസ് ഈവനിങ്ങിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ നിസാം സെയ്ദ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസും ഈ ചർച്ചയുടെ ഭാഗമാകും. ശ്രീ നിസാം സെയ്ദ്, ഈ ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയെ സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചു കാട്ടുന്ന ഈ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അതിൽ നെടുനായകത്വം വഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി അദ്ദേഹത്തെ പ്രശംസിച്ചതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അതിലൊരു അസ്വാഭാവികത കാണുന്നുണ്ടോ? ആ ഒരു വിഷയം മാത്രമായി പ്രത്യേകിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ്. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇരിക്കുന്ന ഒരു വേദിയിൽ, അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്ന വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ നേതാവ് അദ്ദേഹത്തെ പ്രവർത്തിച്ച് സംസാരിക്കുക എന്നുള്ളതിൽ പ്രത്യേകമായ എന്തെങ്കിലും മാനങ്ങളുണ്ട് എന്ന് ഞാൻ കരുതില്ല. ഒരു മിനിറ്റ്, ഞാൻ യോജിക്കും. അതേ വേദിയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹത്തെ ശ്ലാഘിച്ച് സംസാരിച്ചാൽ താങ്കൾ പറഞ്ഞ ഈ യുക്തി ശരിയാണ്. പക്ഷേ അതേസമയം ഈ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടും പോരാട്ടവും എന്നത് UDF കൂട്ടായ ഒരു രാഷ്ട്രീയ നയമാണല്ലോ. അതാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് വന്ന് ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്വാഭാവികമായി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഭാഗമാകുന്ന ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനങ്ങളെ ഇങ്ങനെ പരസ്യമായി പ്രകീർത്തിക്കുന്നതിലൂടെ എന്ത് സന്ദേശമായിരിക്കും മുസ്ലിം ലീഗ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു എൻ്റെ ചോദ്യം. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ചില ആലോചനകൾ നടക്കുന്ന ഘട്ടത്തിൽ, അവിടെ ഇതുവരെ അതെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് VD സതീശൻ എന്ന ഒറ്റ പേരിലേക്കാണെങ്കിൽ അവിടെ ഒരു പുതിയ ഉദയമുണ്ടാകുന്നു രമേശ് ചെന്നിത്തലയുടേത്. അതിന്റെ ഭാഗമായി SNDPയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്, NSS വേദിയിൽ NSS പുത്രൻ എന്ന സുകുമാരൻ നായരുടെ പ്രശംസ, തൊട്ടു പിന്നാലെ ജാമിയ നൂരിയയിലുള്ള ക്ഷണം, അതിന് പിന്നാലെ സാദിഖ് അലി തങ്ങളുടെ പ്രശംസാവാചകം, ഇനി വീണ്ടും സമസ്തയുടെ മറ്റൊരു സ്ഥാപനത്തിലേക്കും ഉദ്ഘാടകനായുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ലഭിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ അർത്ഥങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഇതേ വേദിയിൽ കഴിഞ്ഞ വർഷം ശ്രീ VD സതീശനാണ് സംസാരിച്ചത് എന്നുള്ളത് താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം VD സതീശൻ സംസാരിച്ചു, ഈ വർഷം രമേശ് ചെന്നിത്തല സംസാരിച്ചു. സ്വാഭാവികമായും ഒരു UDF നേതാവിനെ മറ്റൊരു UDF നേതാവ് പുകഴ്ത്തുന്നതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം, അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാവും എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൽ വ്യാപകമായി ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ചർച്ചകൾ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു, പൊതുസമൂഹം പങ്കുവെക്കുന്നു, നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചർച്ച ഉണ്ടാകുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ UDF അധികാരത്തിലെത്തും എന്നൊരു പ്രതീതി, എന്നൊരു ധാരണ പൊതുസമൂഹവും മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ച ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ ചർച്ച തുടങ്ങുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷേ അത്തരം ഒരു ചർച്ചയിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്താണ്? അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ്? കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാർ വലിയ തോതിൽ ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമായെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാട്ടപ്പെട്ടത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. അതല്ല, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളല്ല, അത് കേന്ദ്ര വിഷയങ്ങളിലാണ് വോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് 3000 വോട്ടിന് വിജയിച്ച ഒരു സീറ്റിൽ UDF 12000 വോട്ടിന് വിജയിക്കുന്നു. ചേലക്കരയിൽ UDF പരാജയപ്പെടുന്നു. UDF പരാജയപ്പെടുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? 2021 39,000 വോട്ടിന് ജയിച്ച ഒരു സീറ്റിൽ ആ ഭൂരിപക്ഷം 11,000 LDFിൻ്റെ കുറയുന്നു. അതായത് ഭൂരിപക്ഷത്തിൽ മാത്രം 28,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു.
ലഭിച്ച വോട്ടുകളാകട്ടെ 84 നിന്നും 66 കുറയുന്നു. 18,000 വോട്ടിൻ്റെ കുറയുന്നു. അതായത് ഒരു മണ്ഡലത്തിൽ 28,000 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞാൽ കേരളത്തിൽ 21 സീറ്റുകളിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിയുക. ഇത് 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള താരതമ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കേരളത്തിൽ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ UDF അധികാരത്തിൽ പൊതുവായി അങ്ങനെ ഒരു പൊതുധാരണ രൂപപ്പെട്ടതിനെ കുറിച്ച് മനസ്സിലാക്കാൻ താങ്കൾ പറയുന്ന ആ കണക്കുകൂട്ടലുകൾ, ആ കണക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ശ്രീ നിസാം ഷെയ്ഖ്, താങ്കൾ പറഞ്ഞത് ഈ വേദിയിൽ രമേശ് ചെന്നിത്തലയെ, കോൺഗ്രസ് നേതാവിനെ, ലീഗ് എന്ന ഘടകകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ പുകഴ്ത്തിയതിൽ അസ്വാഭാവികത ഇല്ലെങ്കിൽ ആരെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന് കെ മുരളീധരനും പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് UDF കൺവീനർ MM ഹസനും ഇങ്ങനെ പരസ്യമായി പറയേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? ഇതൊക്കെ അന്യോന്യം വിരുദ്ധമായ പ്രസ്താവനകളാണെന്ന് താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ധരിക്കുന്നത്? ഈ പ്രസ്താവനകളൊക്കെ കോൺഗ്രസിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന പുതിയ കാര്യമൊന്നുമല്ല എന്ന് താങ്കൾക്കും എനിക്കും അറിയാം. എല്ലാ ശ്രീ കെ മുരളീധരനൊക്കെ വളരെ തുറന്ന് സംസാരിക്കുന്ന ആളാണെന്ന് പറയാം. അതുകൊണ്ടൊന്നും കേരളത്തിൽ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞ 2 ആളുകൾ VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പറഞ്ഞത്, അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിനകത്ത് 2 മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ ഇതുവരെ ഉണ്ടായ ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മത്സരാർത്ഥികൾ ഉണ്ടായേക്കാം. ഒരു കാര്യം കൂടി KC വേണുഗോപാലാണ്. പിണറായി വിജയൻ തന്നെ സ്ഥാപിച്ച ഒരു മാനദണ്ഡം അനുസരിച്ച് പിണറായി വിജയന് 2 ടേം തുടർച്ചയായി മത്സരിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് LDF വിജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് കേരളത്തിൽ ആരും ചർച്ച ചെയ്യാത്തത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ആരും വിഷ്വലൈസ് ചെയ്യുന്ന പോലുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നും ആരും കരുതുന്നില്ല. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങൾ അത് സർക്കാരിന്റെ നയങ്ങളിലുള്ള പാളിച്ചകളെ ചൂണ്ടിക്കാണിക്കുന്നതാകാം, കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ചൂടേറിയ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ പ്രകടനമാകാം, കേരളത്തിൽ ജനപക്ഷത്ത് നിന്ന് സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളാകാം. ഇതൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവുമാണല്ലോ. അങ്ങനെ ഈ പ്രധാന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഒരു മുഖമായി, അതായത് പ്രതിപക്ഷ നേതാവ് എന്ന മുഖം മാത്രമല്ല, ഭാവി മുഖ്യമന്ത്രി എന്ന മുഖം കൂടി ഉണ്ട് VD സതീശന്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു VD സതീശൻ. അവിടെയാണ് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനാ നേതാക്കളുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പങ്കാളികളിൽ അവരുടെ പരിപാടികളിലെ മുഖ്യാതിഥിയായി ക്ഷണമുണ്ടാവുകയും ഈ പാണക്കാട് തങ്ങളുടെ പ്രശംസ ഏറ്റുവാങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു രണ്ടാമത്തെ വ്യക്തിയായി, അതല്ലെങ്കിൽ VD സതീശനൊപ്പം ആ സ്ഥാനത്തേക്കുള്ള മറ്റൊരു വ്യക്തി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഉയർന്നു വരുന്നത്, അത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളല്ലേ ശ്രീ നിസാം ഷെയ്ഖ്? കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉയർന്നു വരേണ്ട ഒരു കാര്യമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പദവികൾ എന്താണുള്ളത്? അപ്പൊ അങ്ങനെ ഒരു മുഖത്തെ മാത്രം ഉയർത്തിയാണോ എന്തെങ്കിലും കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളത്? കെ കരുണാകരൻ പ്രവർത്തിക്കുമ്പോൾ AK ആന്റണി ഇല്ലായിരുന്നു, ഉമ്മൻചാണ്ടി പ്രവർത്തിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇല്ലായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിൽ വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. അങ്ങനെ ഒരു മുഖം മാത്രം ഉയർത്തിയേക്കുന്ന ഒരു ഏകമുഖമുള്ള ഏകാഭിപ്രായമുള്ള പാർട്ടി ആയിട്ട് കോൺഗ്രസിനെ ആരെങ്കിലും എന്തെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന വ്യത്യസ്തങ്ങളായ മുഖങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് VD സതീശൻ സ്വാഭാവികമായും VD സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലെ റോൾ നന്നായി വഹിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ മറ്റു സ്വരങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും.